2020 വേൾഡ് കപ്പിൽ നമീബിയക്കെതിരായി നടന്ന മത്സരത്തിൽ ടീം ഇന്ത്യക്ക് മിന്നുന്ന വിജയം. 93 റൺസിനാണ് ഇന്ത്യൻ ടീം വിജയിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 209 എന്ന വലിയ ലക്ഷ്യമാണ് നമീബിയയ്ക്ക് നൽകിയത്. 116 റൺസിന് അവർ ഓൾ ഔട്ടായി. നേരത്തെ വെടിക്കെട്ട് തുടക്കമാണ് ടീം ഇന്ത്യക്ക് ലഭിച്ചത്. പക്ഷേ ഫിനിഷിംഗിൽ ഇന്ത്യ പതറുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു ഘട്ടത്തിൽ 18 ഓവറിൽ 199-4 എന്ന അതിശക്തമായ നിലയിലായിരുന്നു ഇന്ത്യ. ക്രീസിലുണ്ടായിരുന്നത് ഹർദിക് പാണ്ഡ്യയും ശിവം ദുബെയും. 230-240 റൺസൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. എന്നാൽ അവിടെ നിന്നും ഇന്ത്യൻ ടീം അതിശയകരമായ രീതിയിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത്. 20 ഓവർ പൂർത്തിയാകുമ്പോൾ 9 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസ് മാത്രമേ ഇന്ത്യക്ക് എടുക്കാനായുള്ളൂ. അവസാന 5 വിക്കറ്റുകൾ വീണത് വെറും 4 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടയിലാണ്. പാണ്ഡ്യയും ദുബെയും അക്സറും അടക്കമുള്ള വമ്പന്മാരാണ് ഈ ഘട്ടത്തിൽ ഔട്ടായി പോയത്. നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് വേണ്ടി സഞ്ജു സാംസൺ വെട്ടിക്കെട്ട് തുടക്കമാണ് നൽകിയത്. നേരിട്ട 8 പന്തിൽ അദ്ദേഹം 22 റൺസ് അടിച്ചെടുത്തു. 3 6ഉം 1 4ഉം അദ്ദേഹം പറത്തി. എന്നാൽ ആ ഒരു ഇന്നിങ്സ് വലിയതാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ ഇഷാൻ കിഷൻ അടിച്ച് തകർത്തു തന്നെയാണ് കളി മുന്നോട്ട് കൊണ്ടുപോയത്. 24 പന്തിൽ 61 റൺസാണ് ഇഷാൻ സ്കോർ ചെയ്തത്. 5 6ഉം 6 4ഉം അദ്ദേഹം പറത്തി. പിന്നീട് തിലക് വർമ്മ വന്നപ്പോൾ 21 പന്തിൽ 25 റൺസാണ് തിലക് വർമ്മയ്ക്ക് നേടാനായത്. സൂര്യകുമാർ യാദവും നിരാശപ്പെടുത്തി. 13 പന്തിൽ 12 റൺസ് മാത്രമാണ് സൂര്യയ്ക്ക് നേടാനായത്. പിന്നീട് ഹർദിക് പാണ്ഡ്യയും ശിവം ദുബെയും ഒരു മികച്ച പാർട്ണർഷിപ്പാണ് ഇന്ത്യക്ക് വേണ്ടി പടുത്തുയർത്തിയത്. 124-4 എന്ന നിലയിൽ നിന്നും ഇന്ത്യൻ സ്കോർ അവർ 205 വരെ എത്തിച്ചു. ഹർദിക് പാണ്ഡ്യ 28 പന്തിൽ 52 റൺസാണ് അടിച്ചത്. 4 4ഉം 4 6ഉം ഉണ്ടായിരുന്നു. ശിവം ദുബെ 16 പന്തിൽ 23 റൺസ് എടുത്തു. റിങ്കു സിംഗ് ഈ കളിയിലും നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. 6 പന്ത് നേരിട്ട് റിങ്കുവിന് ഒറ്റ റൺസ് മാത്രമാണ് എടുക്കാനായത്. അക്സർ പട്ടേൽ ഗോൾഡൻ ഡക്കായിട്ട് മടങ്ങിയപ്പോൾ വരുൺ ചക്രവർത്തി 1 റണ്ണോടെ പുറത്താകുന്നു നിന്നു. അർഷ്ദീപ് സിംഗ് 2 റൺസോടെ റൺഔട്ടായി. അങ്ങനെ 20 ഓവറിൽ ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 209-ലെത്തി. നമീബിയയ്ക്ക് വേണ്ടി അവരുടെ ക്യാപ്റ്റൻ ജെറാഡ് എറാസ്മസ് നല്ല ഒന്നാം തരം ബൗളിംഗ് ആണ് കാഴ്ചവെച്ചത്. 4 ഓവറിൽ വെറും 20 റൺസ് മാത്രം വഴങ്ങി അദ്ദേഹം 4 ഇന്ത്യയുടെ വിക്കറ്റുകൾ പിഴുതു. മറുപടി ബാറ്റിങ്ങിന് നമീബിയ ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു ഈ ഒരു സ്കോർ അവർ ഒരിക്കലും മറികടക്കില്ലെന്ന്. എന്നാലും പവർ പ്ലേയിൽ അവർ മികച്ച രീതിയിൽ തന്നെയാണ് ബാറ്റ് ചെയ്തത്. ഓപ്പണർമാർ അവർക്ക് വേണ്ടി 3.4 ഓവറിൽ 33 റൺസ് കൂട്ടിച്ചേർത്തു. ലോറൻസ് സ്റ്റീൻകാമ്പ് 20 പന്തിൽ 29, ജാൻ ഫ്രൈറിംഗ് 15 പന്തിൽ 22 എന്നിങ്ങനെയായിരുന്നു ഓപ്പണർമാരുടെ സ്കോറുകൾ. ഈട്ടൺ 13 പന്തിൽ 13, ക്യാപ്റ്റൻ എറാസ്മസു 11 പന്തിൽ 18 റൺസോടെയും അടങ്ങി. പിന്നെ വന്നവരെല്ലാം വരിവരിയായിട്ട് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഹർദിക് പാണ്ഡ്യ 4 ഓവറിൽ 21 റൺസ് വഴങ്ങി 2 വിക്കറ്റുകൾ വീഴ്ത്തി. അർഷ്ദീപ് സിംഗ് 3 ഓവറിൽ 36-1, ശിവം ദുബെ 2.2 ഓവറിൽ 11-1, ജസ്പ്രീത് ബുംറ 4 ഓവറിൽ 20-1, വരുൺ ചക്രവർത്തി 2 ഓവറിൽ 7-3, അക്സർ പട്ടേൽ 3 ഓവറിൽ 20-2 എന്നിങ്ങനെയായിരുന്നു ഇന്ത്യയുടെ ബൗളർമാരുടെ ബൗളിംഗ് ഫിഗർ. അങ്ങനെ രണ്ടാമത്തെ മത്സരവും വിജയിച്ച ഇന്ത്യ ഗ്രൂപ്പിൽ ഇപ്പോൾ 1ാം സ്ഥാനത്താണ്. പാകിസ്ഥാനും 2 വിജയങ്ങളിൽ നിന്ന് 4 പോയിന്റ് ഉണ്ട്. ഇന്ത്യക്കും 4 പോയിന്റ് ഉണ്ടെങ്കിലും മികച്ച റൺ റേറ്റ് ഉള്ളതിനാൽ ഇന്ത്യ ഇപ്പോൾ 1ാം സ്ഥാനത്താണ്.